അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഈദിടയിലുള്ള വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസം ഈദിൻ്റെ ദിവസം രാവിലെ ഞാനിതാ ഫ്രീസറിനും ഫ്രിഡ്ജൊന്നും ആയിട്ട് എല്ലാ ഐറ്റംസും ഒന്ന് പുറത്തെടുത്ത് വെക്കലാണ്. ഇത് തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. മട്ടൻ ബിരിയാണിയിലേക്കുള്ള മട്ടനെ അങ്ങനെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ബിരിയാണീൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ, അതെല്ലാം തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ചിക്കൻ ഫ്രൈക്കുള്ളതും ബിരിയാണിക്കുള്ളതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം ബിരിയാണീൻ്റെ പണികളെല്ലാം ഏകദേശം ഒന്ന് റെഡിയായ നേരം ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സ് തലേ ദിവസം തന്നെ കുറച്ച് ഫ്ലവറെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ്. നമ്മളില്ലേ പെരുന്നാളിനെല്ലാം രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. രാവിലെ ഒരു 4:30 മണിക്കെല്ലാം തന്നെ എണീക്കും പെരുന്നാളാവുമ്പം. എന്നിട്ട് നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വർക്കൗട്ടും പിന്നെന്താ പക്ഷികൾക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് എന്താ പറയുക മട്ടൻ മസാല ബിരിയാണി മസാല റെഡിയാക്കി വെച്ച് എന്നിട്ട് ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇപ്പം കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കലാണ്. നേരത്തെ തന്നെ ഞാൻ തലേ ദിവസം തന്നെ തുടക്കാനുള്ളതും അടിച്ചു വരാനുള്ളതും എല്ലാം പൊടികളെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി ബെഡ്ഷീറ്റെല്ലാം പുതിയതല്ല അലക്കിയ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് തലേ ദിവസം തന്നെ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചാലും ഉള്ളിയും തക്കാളിയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ തലേ ദിവസം പോയിട്ട് കിടന്നിട്ടുണ്ടായി. പിന്നെ നമ്മൾ പെരുന്നാളിന് കണ്ട വീട്ടിലെല്ലാം പോക്ക് രാവിലെ തന്നെയാണ്. അപ്പം ഒക്കെ വിളിക്കുന്ന ടൈം രാവിലെ എല്ലാം ബിരിയാണിയും റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഒക്കെ വിളിക്കുന്ന ടൈം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയ ശേഷം പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം പണിയെല്ലാം തീർന്നില്ല, പിന്നെ നെയ്ച്ചോറെല്ലാം ഇല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ 4 കപ്പ് അരിയാണ് കേട്ടോ. 4 കപ്പ് അരിക്കാണ് ബിരിയാണി റെഡിയാക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ എല്ലാ വീഡിയോസിലും പെരുന്നാളുടെ തലേന്ന് മെഹന്തി ഇടുന്നെല്ലാം കാണിക്കലില്ല. ഇപ്രാവശ്യം ഞാൻ മെയിലാഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. കാര്യമൊന്നുമല്ല, എനിക്ക് ഓരോരോ സമയം ഓരോരോ മൂടാണ്. ഇപ്രാവശ്യം വിചാരിച്ചു മെയിലാഞ്ചി ഇടണ്ട. കാര്യം മെയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കയ്യിൽ ആ ഒരു മെയിലാഞ്ചി പോകുന്ന ടൈം ഉണ്ടാകുന്ന ഒരു എന്തോ പോലെ ഉണ്ടാവില്ല കൈ കാണാൻ. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഇപ്രാവശ്യം മെയിലാഞ്ചി ഇടണ്ട. ഓരോരു സമയം മെയിലാഞ്ചി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിലാഞ്ചി ഇടാൻ. പിന്നെ വലുതായ ശേഷം കുറവ് തന്നെയാണ്. എല്ലാവരും ഇടുന്ന കാണുമ്പം ഒരു കൊതിക്കും, അങ്ങനെ എന്താ പറയുക നമുക്ക് തോന്നൂല ഇടാൻ വേണ്ടിക്ക്, അങ്ങനെ ഇടുന്നതാണ്. പ്രാവശ്യം വിചാരിച്ചു വേണ്ട മെയിലാഞ്ചി ഇടണ്ട. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ കൈ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. പിന്നെ അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ മക്കളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിലാഞ്ചി. ഞാൻ ഇൻഷാല്ലാ കാണിച്ചു തരാം, ഈ വീഡിയോയിൽ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ നെയ്ച്ചോറിലേക്കുള്ള എന്താ പറയുക അരിയെല്ലാം ഒന്ന് കഴുകിയെടുക്കലാണ്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല, കാരണം എല്ലാ പ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം ബിരിയാണി റെസിപ്പി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. ഇർഫാന ഷംഷീർ ബിരിയാണി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പിലുള്ള ബിരിയാണി കിട്ടും. അതുകൊണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. പിന്നില്ലേ ഈ ഒരു ഈദിൻ്റെ അന്ന് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിന്, കുറേ കമൻസും വന്നിട്ടുണ്ടായിന്. ഇർഫാന നമ്മൾ ആ ഒരു മാംഗോ എന്താ പറയുക ഞാൻ ആ ഒരു തേങ്ങാപ്പാലും മാങ്ങയും വെച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ മെസ്സേജും കമൻറ്റെല്ലാം വന്നിട്ടുണ്ടായി. കുറേ ആൾക്കാർ ഇളനീർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിന്, തേങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിന്, എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഏറ്റവും ടേസ്റ്റില്ല എനിക്ക് പറയാനുള്ളത് തേങ്ങ വെച്ചിട്ട് ചെയ്യുമ്പം തന്നെയാണ് കേട്ടോ. ഇളനീറിനൊന്നും ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഉണ്ടാക്കിയിട്ട് കഴിച്ചവരെല്ലാം അടിപൊളി പറഞ്ഞിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്താ പറയുക നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെ ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്കാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കലാണ്. മട്ടൻ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. പിന്നിൽ കുക്കർ കൂക്കുന്ന സമയം ഞാൻ എങ്ങനെയായാലും കിച്ചണിൽ ഒറ്റക്കാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിൽക്കും. ഓരോരു സമയമെല്ലാം കുറേ സമയം എന്താ പറയുക കുക്കർ കുക്കാൻ നിൽക്കൂലേ, നമ്മൾ കുക്കുന്നതെന്നാണെന്ന് അറിയില്ലേ, വിസിൽ അടിക്കൂലേ. അന്നേരം ഞാനില്ലേ കിച്ചണിൻ്റെ ഡോറടിച്ചിട്ട് അപ്പുറം പോയിട്ട് നിൽക്കും ആ വിസിൽ വരുന്നവരെ. ഇതിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നതാണ്. പിന്നില്ലേ ഞാനില്ലേ ആ ഒരു പാത്രത്തിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലും കൂടി വെച്ചിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് കൊടുക്കലാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ്. ഞാൻ കോഴിക്കോടൻ ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിന്. അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ സെയിം തന്നെയാണ്. കാണാത്തവർ അതുപോലെ തന്നെ മട്ടനും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക റെഡിയാക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ അതിൽ ഏകദേശം റെഡിയായി ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് പുഡിങ് ഉണ്ടാക്കലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ എന്താ ലാസ്റ്റ് പുഡിങ് ഉണ്ടാക്കുന്നത്, എല്ലാവരും ഫസ്റ്റ് അല്ലേ ഉണ്ടാക്കൽ. ഞാനില്ലേ ലാസ്റ്റാണ് അധികം ഉണ്ടാക്കൽ. കാരണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് വന്നോളും. ഞാനിപ്പം അറേബ്യൻ പുഡിങ്ങാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്, കസ്റ്റേർഡ് പുഡിങ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് പാലിലേക്കില്ലേ 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് അല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണ് എന്താ പറയുക കസ്റ്റേർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലോണം തിക്കാക്കിയിട്ടെടുക്കണ്ട, കുറച്ച് ഒരു പാകത്തിനാക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കുറച്ച് പാലിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ പാല് പോരാന്ന് തോന്നിയിട്ട് എത്തൂലാന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ പുഡിംഗ് ട്രയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ പാൽ വെച്ചിട്ട് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ്ടില്ലേ ഇതിപ്പം ഞാൻ ഉള്ളി ഫ്രൈ ആക്കാനിട്ടിട്ട് ഏകദേശം ഉള്ളി കുക്കായി. ഇതിപ്പം കസ്റ്റേർഡ് ആണെങ്കിൽ അടിയിൽ പിടിക്കും മിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ. അപ്പം ഞാനിവിടെ പെട്ടിട്ടാണ് കേട്ടില്ലേ. ഈ ഒരു ടൈം മന്ന കുളിച്ച് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് അന്നേരം എന്നോട് പറഞ്ഞു, ഉമ്മ 2 കൈയോടും കുക്ക് ചെയ്യും, അപൂർവം ചിലർക്ക് ഇങ്ങനെ കഴിയുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് എന്താ പറയുക ഓളെ മുമ്പിൽ ആളാവാൻ വേണ്ടിക്ക് എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് കൈ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഒരു ഭാഗത്ത് നിർത്താൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യും, എനിക്ക് 2 കൈയോട് കുക്ക് ചെയ്യാനും മെഹന്തി ഇടാനെല്ലാം കഴിയുമെന്നെല്ലാം പറയും. അങ്ങനെ ഓളോ മുമ്പ് വലിയ ആളാകുന്നതാണ്. നമ്മളിലെ 3 ആളും എൻ്റെ ഉമ്മയാലും ഞാനും മൈസൂർ എല്ലായാലും ഒരു ഫ്രണ്ടിനെ പോലെയാണ്. ഉമ്മ മക്കൾ ആ ഒരു രീതിയിലല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓറിങ്ങനെ മത്സരിക്കും. ഓറിങ്ങനെ അറിയും നമ്മളും 2 കൈയോടും മൈലാഞ്ചിയെല്ലാം ഇടും എന്നെല്ലാം പറഞ്ഞിട്ട് മൈസയെല്ലാം മാക്സിമം ട്രൈ ആക്കും. ഇപ്പം മാഷാല്ലാ മോശമില്ലാണ്ട് ഓള് ഇടാനെല്ലാം തുടങ്ങി. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ പുഡിങ്ങിലേക്ക് തന്നെ വരാം. കസ്റ്റേർഡിൽ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും. മിൽക്ക് മെയ്ഡ് ഇത്ര വേണ്ട, ഞാനിപ്പോൾ ഒരു ഡ്രിങ്ക് ആക്കാൻ വേണ്ടിക്ക് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഒക്കെ തന്നെ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒരുമിച്ച് മിക്സ് ആക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 1 ലിറ്റർ പാലിൽ 3-4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കിയിട്ട് തിക്കാക്കിയെടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ. എന്നിട്ട് ഇപ്പുറം ഒരു ബൗളിലെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അറേബ്യൻ പുഡിങ് എന്താ പറയുക അറേബ്യൻ കസ്റ്റേർഡ് പുഡിങ് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റും അല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആരെങ്കിലും വന്നാൽ അങ്ങനെ കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പുറം ഞാൻ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേ. പിന്നെ വിചാരിച്ചു ആ ഒരു മാംഗോ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെ ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാര്യം ഇതിൽ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പം തന്നെ പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടായിന്. പിന്നെ പള്ളിയിൽ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലില്ലേ സത്യം പറഞ്ഞാൽ പെരുന്നാളെല്ലാം ആകുമ്പോൾ നമുക്ക് വീഡിയോ മൊത്തത്തിൽ എടുക്കും ഫുഡ് ഉണ്ടാക്കിയെല്ലാം ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പണിയാണ്. കാര്യം നമ്മളെ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാനും കഴിയില്ല അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇതാ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലെയറായിട്ട്. എന്നിട്ട് ആ ഒരു കസ്റ്റേർഡിൻ്റെ ഡ്രിങ്കില്ലേ പാലും കസ്റ്റേർഡും അതൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു ഫ്രഷ് ക്രീമും പിന്നെ മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സില്ലേ അതൊഴിച്ച് കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കാനും പറ്റും, എന്നാൽ തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും. 2 ടൈപ്പിലും ഇത് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ വീണ്ടും അടുത്ത ലെയറായിട്ട് ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബ്രെഡ് വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡിൽ മാത്രമല്ല കേക്ക് ഉണ്ടെങ്കിൽ കേക്കിലും ബിസ്ക്കറ്റിലും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അധികം ബ്രെഡ് പുഡിങ് ആകുമ്പോൾ ഈസി അല്ലേ, ബ്രെഡ് നിരത്തി കൊടുക്കുക, പാലിങ്ങനെ വെച്ച് കൊടുക്കുക, എന്താ പറയുക
ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നല്. അപ്പം ബ്രെഡ് തന്നെയാണ് എടുക്കൽ അധികം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുഡിങ് റെഡിയാക്കലെല്ലാം. പുഡിങ് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം നിങ്ങളെൻ്റെ റെസിപ്പി വീഡിയോയിൽ കാണൽ ഇങ്ങനെ പുഡിങ് ഐറ്റംസ് എല്ലാം അല്ലേ, എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോരോ പുഡിങ് മാത്രമേ എനിക്ക് ഇഷ്ടമായിട്ട് കഴിക്കും. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പുഡിങ്ങിലായാലും എല്ലാത്തിലും മധുരം അങ്ങനെ കുറക്കും. കൂടുതലിഷ്ടം ഇങ്ങനെ എരിവ് പുളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പക്ഷെ ഇതെല്ലാം മധുരം ഇഷ്ടമില്ലാത്തവരും കഴിക്കുന്ന ഒരു ടൈപ്പ് പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. നമ്മളിൽ മധുരമൊന്നും ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവും മിൽക്ക് മെയ്ഡിൻ്റെ അളവെല്ലാം ഒന്ന് കുറച്ചാൽ മതി. എന്നാലും നമുക്ക് പുഡിങ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ കസ്റ്റേർഡ് ഡ്രിങ്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിന് മുകളിൽ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും തമ്മിലുള്ള മിക്സ്. ഇത് കാണാൻ തന്നെ അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ യെല്ലോ കളറും വൈറ്റും എല്ലാം ആയിട്ട് നല്ല ഭംഗിയില്ലേ. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്താലും അടിപൊളി തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇല്ലേ ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ കുങ്കുമം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുങ്കുമത്തിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു അറേബ്യൻ ഒരു ടച്ച് തന്നെ വരും. അതുകൊണ്ട് അതുണ്ടായതുകൊണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ് ചെയ്ത ബദാം പിസ്ത എല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ബദാമാണ് ഇതിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക, കാര്യം യെല്ലോ കളറല്ലേ. പിന്നെ ബദാം കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത പിസ്ത ഉണ്ട്, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കലാണ്. 1/2 മണിക്കൂർ വെച്ചാൽ തന്നെ ഇത് സെറ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണി, തൈര്, ചിക്കൻ ഫ്രൈ, പിന്നെ അച്ചാറ്, പുഡിങ്. പായസം എല്ലാം റെഡിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. പിന്നെ ഇക്ക വന്നിട്ട് വേഗം പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഇക്കാൻ്റെ വീട്ടിലും എല്ലായിടത്തും അങ്ങനെ പെങ്ങളെ വീട്ടിലും എല്ലായിടത്തും അങ്ങനെ കുടുംബത്തിൽ എല്ലായിടത്തും കയറി ഇറങ്ങും. ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ എപ്പോഴും എന്താ പറയുക വീഡിയോ ചെയ്യലില്ല. ഈ പ്രാവശ്യം അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ അവർ ഉൾപ്പെടുത്തുമ്പം എനിക്കങ്ങനെ മടിയാണ്. എല്ലാവരോടും അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാ വീഡിയോയിൽ പറയുന്നത് തന്നെയാണ്. അവർക്ക് ഇഷ്ടമാവോ, വെറുതെ എന്തിനാ ഒരാളെ പ്രൈവസിയിൽ കയറിയിട്ട് ഇടപെടുന്നു, അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരാളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കലില്ല കേട്ടോ. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും പോയിട്ട് വന്നിട്ടിതാ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പം തലശ്ശേരിയിലെ കോഴിക്കോടൻ ദം ബിരിയാണി ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറയില്ലേ മൈസി മനിയും മെഹന്തി ഇട്ടിട്ടുണ്ടായിന്. ഇതാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തോ ഡ്രസ്സൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ഇതിലും ഞാൻ ഡ്രസ്സെല്ലാം കാണിക്കലില്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായി പോയാലും ഇതിൻ്റെ ഡ്രസ്സ് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ, ദുബൈയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന്. അന്നേരം RMBയിൽ ഷോപ്പിംഗ് വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, അവിടെ നിന്ന് തന്നെയാണ് മക്കളെ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മക്കളെ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ പുഡിങ് കഴിക്കലാണ്. പിന്നെ നമ്മൾ ചോറ് കഴിച്ചതിനോട് തന്നെ പുഡിങ്ങൊന്നും കഴിക്കില്ല. പിന്നെ വൈകുന്നേരം ഒന്ന് കേട്ടോ ഒന്ന് പുഡിങ്ങെല്ലാം കഴിക്കൽ. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നതാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം ചായ ഉണ്ടാക്കലില്ല. ഇക്കാക്ക് കോഫി വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കോഫി ഉണ്ടാക്കും. എനക്കായിട്ട് ഉണ്ടാക്കില്ല, കുറച്ചധികം കോഫി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് അങ്ങനെ കുടിക്കലാണ്. ഇതിപ്പോൾ ഇതാ പുഡിങ് ഇതുവരെ ട്രൈ ആക്കാത്തവരാണ് ഈ ഒരു അറേബ്യൻ കസ്റ്റേർഡ് പുഡിങ് റെഡിയാക്കാത്തവരാണെങ്കിൽ എന്തായാലും റെഡിയാക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം വൈകുന്നേരമായി എല്ലാവരും പുഡിങ്ങെല്ലാം കഴിച്ച് പിന്നെ മോന് ഫോട്ടോ എടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കലാണ്. മോൻ്റെ ഡ്രസ്സ് നല്ല ഭംഗിയല്ലേ, ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഓൻ്റെ ഡ്രസ്സ്. ഇനിയിപ്പോൾ ഇതാ ഓനും ഞാനും എല്ലായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലാണ്. പിന്നെ കുട്ടികളും എല്ലാം പിന്നെന്താ കുറച്ച് സമയം ഇങ്ങനെ പുഡിങ്ങെല്ലാം കഴിച്ച് ടിവിൻ്റെ മുമ്പിൽ അവരങ്ങനെ കാർട്ടൂൺ വെച്ചിട്ടിരിക്കും. എന്നിട്ടിതാ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അന്നേരം മോന് പറഞ്ഞു മോൻ്റെ ഫോട്ടോ ഓൻ്റെ ഒക്കെ എടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലാണ്. നീ ആടെ നോക്കല, നീ കണ്ണാടിയിൽ നോക്ക്. നീ എവിടെ നോക്കട? അടിപൊളിയല്ലേ? ഓക്കെ ബൈ.
ഇറങ്ങി ഇനി ബാപ്പു ഫാനി നിന്നിട്ടെടുക്കട്ടോ എടുക്ക് അങ്ങനെ ഇതാ നമ്മുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ആരാന്നെല്ലാം പറയാം. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ചില്ലേ, ഇൻഷാല്ലാ ഞാൻ പറയാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോക്കാന്ന്. രാവിലെ തന്നെ എല്ലായിടത്തും അങ്ങനെ കയറി ഇറങ്ങും. പിന്നെ രാത്രി ആയാലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് എല്ലാം കുടിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. രാത്രി ആയിട്ടില്ല, ഇതിപ്പോൾ ഒരു 5:45 കറക്റ്റ് ടൈം ഓർമ്മയില്ല, വൈകുന്നേരമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുങ്ങിയിട്ട് അങ്ങനെ പോക്കാന്ന്. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഒരുങ്ങുന്നതെല്ലാം ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ മൈസാൻ്റെയും മൻഹാൻ്റെയും ഡ്രസ്സ് അതാണ് കേട്ടോ. ഞാനന്ന് വ്ളോഗിൽ അങ്ങാനും കാണിച്ചെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് കുക്ക് എടുത്ത ഒരു ഫന കാണുന്നില്ലല്ലോ എന്നെല്ലാം, കുക്കുവിൻ്റെ വിശേഷങ്ങൾ പറയാന്നെല്ലാം പറഞ്ഞിട്ട്. നമ്മൾ ദുബായി പോകുന്ന ടൈമിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുക്കു എന്തോ തണുപ്പ് പിടിച്ചിട്ട് എങ്ങാനും ചത്തുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ബാക്കി 2 ആളും ഉണ്ട് കേട്ടോ, 2 പക്ഷിയുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളെ കുക്കുവിന് എന്തോ രോഗം പിടിച്ച് അങ്ങനെ ചത്തുപോയി എന്നെല്ലാം പറയും. മൻഹാക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനും ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. ഇൻഷാല്ലാ ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ബൈ.